ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ തന്നെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കും കേട്ടോ. അത് ഇന്നലത്തെ മീൻകറി ഇരിക്കേണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വയ്ക്കും. ചായക്ക് പൂരിയും കിഴങ്ങറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരി ഇതാ ഈ പാക്കറ്റിലുള്ള പൂരിയാണ് കേട്ടോ. ഈ പൂരി ഉണ്ടാക്കണേ, പൂരിക്ക് കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇപ്പം കിഴങ്ങ് നമുക്ക് നന്നാക്കിയെടുക്കാം. ഇക്കതാ രാവിലെ തന്നെയാണ് പോയിട്ടോ. നമുക്ക് അകത്തേക്ക് പോയി നമ്മുടെ പണികൾ നോക്കാം. സമയം 5:30 ആയിട്ടോ. 5:30 ആകുമ്പോഴാണ് പോണേ. ഒക്കെ പോകാനിറങ്ങിയ സമയം കൊണ്ട് ഈ മുതലിവിടെ അകത്ത് കയറി. ഇനി ഇതിനെ പുറത്തേക്കാക്കണം. അപ്പോൾ മീൻകറിയുടെ തിളച്ച് ഒന്ന് ഓഫാക്കിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൊണ്ട് വാങ്ങിക്കൊടുക്കാം. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതാ കിഴങ്ങറിക്കുള്ള കിഴങ്ങ് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു. നമുക്കിനി ഗ്യാസ് എത്തിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് വാങ്ങാം. അപ്പോൾ കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫായി കൊടുക്കാം. ഇതപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. കിഴങ്ങ് വേഗം വെച്ച സമയം കൊണ്ട് ക്യാബേജും സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തു കിട്ടാം. അതുപോലെ തന്നെ കിഴങ്ങറിക്കും ഉള്ള സവാള, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ കഞ്ഞി അവിടെ തിളച്ചു കിട്ടോ. അപ്പോൾ നമുക്കിനി വാങ്ങാം. നമുക്ക് കിഴങ്ങറി വെച്ച് കൊടുക്കാനുള്ള സെറ്റാക്കാം. ഗ്യാസ് എത്തിച്ചു കൊടുത്തു. ചീനിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതായത് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നു കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നുണ്ട്. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിത് എരിഞ്ഞ് വെച്ചാൽ സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് കൊടുക്കാൻ കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സവാള വാടാനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ. സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കർ ഇവിടെ കഴുകി കൊടുക്കുന്നതാണ്. നമുക്കിനി പരിപ്പുള്ള പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം.
സവാള, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അതായത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കിഴങ്ങ് വേവിച്ച് ഉടച്ചതാട്ടാം. ഇത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. ഇത് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നുള്ളു മതിയിട്ട് ഗരം മസാല ഇട്ട് കൊടുത്ത് ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയോടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ നല്ലോണം എടുക്കണം തിളക്കട്ടെ. അപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി ഓഫാക്കാം. നല്ലോണം തിളച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറി ഓഫാക്കാം. അപ്പോൾ അതാ കറി വേറെ പാത്രത്തിലേക്ക് വെച്ച് അത് മാറ്റി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂരി നമുക്ക് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കിയാൽ മതി, അതിൽ ചൂടാറിപ്പോയാൽ കൊള്ളൂല. ഇനി നമുക്കിത് ക്യാബേജിനുള്ള ചീനിട്ട് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കും. അപ്പോൾ അതാ പരിപ്പ് ഇവിടെ വെന്ത് മാറ്റി കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായക്ക് വെള്ളം വെക്കാം. ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കണം. കടുക് പൊട്ടി വന്നപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്തുന്നത് ഇനി അതിലേക്ക് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മൂടി വയ്ക്കാം. അപ്പോൾ അതാ ക്യാബേജ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചായ വെച്ചു, പ്ലസ് ചായ കുടിക്കാം. അപ്പോൾ അതാ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ പരിപ്പേറി ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചു കേട്ടോ. കടുകും കറിവേപ്പിലയും പൊട്ടിച്ചൊന്ന് താളിച്ചിട്ട് ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിടക്ക് ഞാൻ പോയി ഒന്ന് പാത്രമൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അലക്കണം, മിറ്റടിക്കണം, എന്നിട്ട് കാണാം കേട്ടോ. തുണി അലക്കി എടുക്കാം, മിറ്റടിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. നല്ല മഴയാണ് പുറത്ത്. അലക്കി കഴിയുമ്പോൾ മഴയില്ലെങ്കിൽ മിറ്റടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അലക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി കേട്ടോ. അപ്പോൾ അത് മിറ്റൊക്കെ അടിച്ചു. അലക്കണതിന് മുമ്പ് തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് അലക്കി മിറ്റടിച്ചു. എല്ലാം കഴിഞ്ഞ് കുളിക്കണം. അപ്പോൾ അത് സമയം 6:30 കഴിഞ്ഞു കേട്ടോ. ഇനി ഓടിപ്പോയി ഒന്ന് കുളിക്കണം. അപ്പോൾ അത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. നിച്ചുവിന് പഠിത്തമുള്ള ദിവസങ്ങളിലാട്ടെ ഇങ്ങനെ നേരത്തെ പണിയൊക്കെ തീരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 7 മണിയാകുമ്പോഴാണ് എണിക്കുള്ളൂ. പഠിത്തമുള്ള ദിവസം എന്താണ് പണിയെടുക്കുമല്ലോ. അപ്പം എന്ന് വെച്ചാൽ എല്ലാ പണി ഞാൻ രാവിലെ തന്നെ കഴിക്കും. പഠിത്തമില്ലാത്ത ദിവസം 7 മണി 7:30 ആവും ചില ദിവസം എണിക്കുമ്പോൾ. ഞാൻ കുളി കഴിഞ്ഞിട്ട് കാണാം. അത് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് യൂണിഫോം എല്ലാം തേച്ച് വെച്ചാണ്. ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിച്ചൂസ് എണിച്ചാണ്ടായിരുന്നു. നിച്ചൂസിനെ കുളിപ്പിച്ചു. നിച്ചു കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ട കേട്ടോ. നിച്ചുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ മീനൊക്കെ വറുത്ത് വെച്ചു കേട്ടോ. പൂരി ഉണ്ടാക്കി അണുക്കുള്ള കറിയൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും ഞാനൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇത് ഈ ദോശയുടെയും പൂരിയുടെയൊക്കെ ഒപ്പം കഴിക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമായത്, അതുകൊണ്ട് ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അവനക്ക് ചായ കൊടുക്കട്ടെ. അപ്പോൾ അതാ നിച്ചുവിന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ലഞ്ച് ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ലഞ്ച് ബോക്സൊക്കെ എടുത്ത് അവൻ്റെ ബാഗിൽ വെച്ചിട്ട് ഇനി അവനെ റെഡിയാക്കണം. ഇതൊക്കെ റെഡിയായി നിച്ചുവിനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവനെ ഒന്നുകൂടി ഒന്ന് വായിപ്പിക്കണം. ഇന്നത്തെ എക്സാം അറബിക്കാണ്. അറബിക്കിനുള്ളത് ഒന്നും കൂടി ഒന്ന് വായിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി ഞങ്ങൾ ബസ് കയറാൻ പോവാണ് കേട്ടോ. നിച്ചുകുട്ടൻ്റെ ബസ് വരാറായി. അതാ ഞങ്ങൾ ഇറങ്ങി. ടാറ്റ എടുത്തേ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അവനങ്ങനെ നടക്കും. അവിടെ നിന്ന് കുറച്ച് പേര് കെട്ടാൻ തന്നെ പോകുള്ളൂ. രണ്ടവനെ കൂടി ഒന്ന് എൻ്റെ കയ്യിൽ തന്നെ പിടിക്കും. അപ്പോൾ അതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു. അവിടെ പിള്ളേർ കയറാൻ നിൽക്കുന്നുണ്ട് കേട്ടോ.
അറിയില്ല. അവിടെ പിള്ളേർ നിൽക്കുന്നുണ്ട്. ഇതാ ഞങ്ങളിവിടെ സ്റ്റോപ്പിൽ വന്നു. ഇതാ ഉച്ചക്കുട്ടൻ അങ്ങനെ പോയി. വീട്ടിൽ ചെന്ന് ചായ കുടിക്കണം. എന്നിട്ടുള്ളൂ കേട്ടോ ബാക്കി. പോയിട്ട് വന്നിട്ട് ഞാൻ എന്താ ചായ കുടിക്കണം. ചായ കുടി കഴിഞ്ഞിട്ട് വേണം ഞാൻ ഒന്ന് അടിച്ചു വരി കളഞ്ഞൊന്ന് തുടയ്ക്കാൻ. എന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഒത്തിരി സമയം പോകും. അതുകൊണ്ട് എല്ലാം പഠിച്ചെടുത്ത് വന്നേ ഉള്ളൂ. അപ്പം നീ അടിച്ചു വരി കളഞ്ഞ് തുടച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്തപ്പോൾ ഒത്തിരി സമയമായിട്ടോ. അവന് ഒരുപാട് താമസിച്ചു. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മോണിറേറ്റിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വഴിയെല്ലാം ശരിയായി കൊണ്ടുവരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.